അസ്സലാമലൈക്കും. ലിവർ കറി വെക്കുന്ന ഇന്ന് ഇത് ക്ലീൻ ആക്കിയിട്ട് ഇതാവണം. ഇതാ കാണിച്ചിരുന്നത് കല്ലുപ്പിട്ട് മഞ്ഞളിട്ട് ഇത്തിരി വിനാഗിരിയും ചേർത്ത് ഒഴിച്ച് അങ്ങനെ തിരുമ്പി കഴുകുക. എന്നിട്ട് നല്ല രീതിയിൽ കറി വെക്കാം. അടിപൊളി ടേസ്റ്റാണ്. അമ്മ ഇന്ന് ചിക്കൻ്റെ ലിവർ കറി വെക്കുന്ന ലിവറും കാലും. മക്കളെ എന്താ ടേസ്റ്റ്! നല്ല അടിപൊളിയായി വെച്ച് നോക്ക്. കാസർഗോഡിലുള്ള എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയാം. കറാമ്പ് ഇട്ട് കൊടുത്തു, ഏലക്ക ഇട്ട് കൊടുത്തു, വേപ്പിലിട്ട് കൊടുത്തു, വളർത്തി കറിവേപ്പില, ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാകത്തിന് കല്ലുപ്പിട്ട് കൊടുക്കുക. കല്ലുപ്പിട്ട് കൊടുക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളി ഇതും കൂടി നല്ലോണം ഇളക്കി പച്ചമുളക് ഇട്ട് നല്ല ഉള്ളി വാടി മസാലയിലോട്ട് ഇപ്പോൾ ഇതില്ലേ മഞ്ഞളിടുന്നു. മല്ലിപ്പൊടി ആവശ്യത്തിന്, ഇതാ കാശ്മീർ മുളക് പൊടിയാണ്. പിന്നെ വലിയ എരിവുണ്ടാവില്ല, എരിവ് കുറഞ്ഞിട്ട് റെഡ് കളറായിട്ട് കാണുകയുള്ളൂ. അടുത്തത് ഇതാ ഗരം മസാല, ജീരകം, എൻ്റെ അടുത്ത് പൊടിച്ചതില്ല, ചെറിയ ജീരകം അകലം ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളം ആവശ്യം, ചൂടുവെള്ളം. കോഴിൻ്റെ കാല്, ഇത് ലിവർ, തക്കാളി
തക്കാളി പാക്കിലിട്ടാൽ ലാസ്റ്റ് തക്കാളി ഇട്ട് കൊടുത്താൽ വേറൊരു ടേസ്റ്റ്. നിങ്ങളാരും നോക്കിയിട്ടുണ്ടാവില്ല. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു പുതിയൊരു പല തരത്തിലുള്ള ആൾക്കാർ പലതരം കറി ഉണ്ടാക്കും. ഇത് ഞാനുണ്ടാക്കുന്ന ഒരു കറീൻ്റെ ഒരു സ്റ്റൈൽ ഇതാണ്. നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ശേഷം മല്ലിയിലയും കൂടി കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ട് വിസിലും കൂടി അടിക്കട്ടെ. ബാക്കി വെന്ത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കി ടേസ്റ്റ് നോക്കാം. പാർട്സ് കറി റെഡിയായി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. കഴിച്ച് നോക്കാം. അത് പോട്ട് തല കളിക്കണ്ടേ എടുക്കുന്ന ചിക്കൻ പാർട്സും ചിക്കൻ്റെ കാലും കറി റെഡിയായിട്ടുണ്ട്. നിങ്ങളാരും ഉണ്ടാക്കാറുണ്ടോ? ഇത് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്താ ടേസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കും. നെയ്പ്പത്തിലും കറിയും ചിക്കൻ്റെ ലിവറും കാലും കൂടിയിട്ടുള്ള കറി.